നീ എന്നെ ഒന്ന് പോറി. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നീ ജയിച്ചു കേറി എന്ന് കരുതണ്ട. ഈ വെറും തുണിക്കച്ചവടക്കാരൻ ആരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളെപ്പോലെ അധോലോകങ്ങളും അന്തർരഹസ്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ബോംബും തോക്കും വെച്ച് ഞാൻ ആരോട് സംസാരിക്കാറുമില്ല. എടാ, ഒളിച്ചിരുന്ന് അമ്പയുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. അത് നിങ്ങളുടെ തന്ത്രം. അഹമ്മദാബാദിലെ ലക്ഷ്മി നാരായണന്റെ തുണിമില്ലിൽ ഒരുമിച്ച് പഞ്ഞിക്കെട്ടുകൾ ചുമന്ന് നടന്നപ്പോഴും എനിക്കെതിരെ ഒരു കത്തി നിങ്ങൾ എന്തും സൂക്ഷിച്ചിരുന്നു. ഇതുപോലെ പഴംപുരാണങ്ങൾ പാടാൻ എന്റെ കയ്യിലുമുണ്ട്. അന്ന് ഇന്നും എന്റെ വഴിയിൽ നീ കുത്തി തുളച്ചു കയറുന്നൊരു മുള്ളായിരുന്നു. ഓ, ഐ സീ. ഒരു നേരത്തെ വിശപ്പടക്കാൻ നമുക്കിരുവർക്കും അരയണ തുട്ടുകൾ എറിഞ്ഞു തന്ന ദൈവത്തെ ചതിച്ച് തുണിമിൽ അപഹരിച്ച് സ്വന്തം കീശയിലേക്കും അയാളുടെ സുന്ദരിയായ മകളെ കബളിപ്പിച്ച് വെപ്പാട്ടിയുടെ കിടക്കയിലേക്കും വലിച്ചു കയറ്റിയ നിന്നെ ഞാൻ പൊളിച്ചു കാട്ടിയതുകൊണ്ടോ? അതേടാ, വേട്ടയാടിയും വെട്ടിപ്പിടിച്ചുമാണ് ഞാൻ എന്റെ പോക്കുഴലുകൾ ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ എന്നും എന്റെ മാനത്തിന്റെ കരയ്ക്കുള്ള കത്തിയായിരുന്നു നീ. മാനം? ആ വാക്ക് പറയാൻ നിനക്കെന്താ അർഹത? തട്ടിത്തകർത്ത് മുന്നേറാനുള്ള വെമ്പലിൽ നീ ഉടച്ചെറിഞ്ഞ വിഗ്രഹങ്ങൾ നിന്റെ മാനത്തിന്റെ കഥ പറയും. ദർശൻദാസ്, വാക്കുകൾ അതിർത്തികൾ താണ്ടിയാൽ മൊറൈസ് മറുപടി പറഞ്ഞത് തോക്കുകൊണ്ടായിരിക്കും. ഭീഷണിയാണോ? എന്റെ മകളുടെ ജീവന് നീ വില പറഞ്ഞിട്ടും ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു തന്നിട്ടില്ല. എന്റെ കപ്പൽ ബോംബ് വെച്ച് തകർത്തിട്ട് നീ പുണ്യാളം ചമയുന്നോ? നിന്റെ മോടെ കാവൽപ്പട്ടിക്ക് എന്റെ തല വേണമല്ലേ? കൊടുക്കാം, തലയാൻ കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് നിന്റെയും നിന്റെ മകളുടെയും അവന്റെയും തല ഞാൻ റോട്ടിലിട്ട് ഉരുട്ടും. എനിക്ക് വേണമെങ്കിൽ ഒറ്റ വെടിക്ക് നിന്നെ കൊല്ലാം. പക്ഷെ ഞാൻ വിടുന്നു. ഒന്നോർത്തോ, മൊറൈസിന്റെ അങ്കിക്ക് നിന്റെ മകൾ ചീട്ടിട്ടാൽ ആ അങ്കി കൊലക്കേറാക്കി ചക്കരപ്പായിൽ പൊതിഞ്ഞു കെട്ടി ഒരു സമ്മാനം നിനക്ക് ഞാൻ കൊടുത്തയക്കും. ഒളിഞ്ഞു കീറി നാറ്റമടിക്കുന്ന നിന്റെ മകളുടെ ശരീരം മൊറൈസിന്റെ കപ്പൽ ബോംബ് വെച്ച് തകർക്കാൻ നിനക്ക് ആരധികാരം തന്നു? ഒന്നുകിൽ നിനക്ക് അയാളോട് പകയുണ്ട്, അല്ലെങ്കിൽ മറ്റാരോ നിന്നെ വിലക്കെടുത്തിരിക്കുന്നു. ശത്രുവിനെ കീഴ്പ്പെടുത്തുക മാത്രമല്ല, അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന യുദ്ധതന്ത്രമാണ്. ഭ്രാന്തമായ ഈ നടപടിയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്റെ മകളാണ്. അവളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവളെ നിന്നെ ഏൽപ്പിച്ചത്, അല്ലാതെ അവളുടെ ഉയരെടുക്കാനല്ല. ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, കണ്ട തെരുവ് കൊണ്ടേ പിടിച്ച് എന്റെ ബോഡി ഗാർഡ് ആക്കരുതെന്ന്. എന്റെ മകളുടെ രക്ഷയേക്കാൾ വലിയ ലക്ഷ്യങ്ങൾ നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. നിനക്ക് വേട്ടയാടാൻ അവളെ ആയുധമാക്കരുത്. ഡാഡി, ഇനഫ് ഈസ് ഇനഫ്. എന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നതിന് മുൻപ് ഇയാളെ പറഞ്ഞു വിട്ടേക്കൂ. ഗെറ്റ് ഹിം ഔട്ട്. അതെ, ഇത്രയും ആയ സ്ഥിതിക്ക് അതാണ് നല്ലത്. പ്രിയമോളെ, എടുത്തു ചാടി ഒരു തീരുമാനത്തിലെത്തരുത്. മുന്നാബായിയോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോരെ? വേണ്ട. മൊറൈസിന്റെ തകർച്ചയ്ക്ക് മാത്രമേ പ്രിയയുടെ ജീവൻ രക്ഷിക്കാനാവൂ. എനിക്ക് വേണ്ടുന്ന അമ്പുകൾ ഞാൻ ഏതാവനാഴിന്ന് എടുത്തോളാം. പക്ഷേ നിങ്ങളുടെ മകൾ കുറപ്പുള്ള ഒരു രക്ഷാകവചം നൽകാൻ മറക്കണ്ട. അവൻ പോട്ടെ, മാഡത്തെ രക്ഷിക്കാൻ ഞാനുണ്ട്. ഇത്ര ഇമോഷണൽ ആകണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഡാഡി, അതോർത്ത് വറി ചെയ്യണ്ട. മിസ്റ്റർ മഹാദേവൻ, നാളെ കോൺഫറൻസിന് പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. അതെന്തിനു മാറ്റിവെക്കണം? ഐ വിൽ ബി വിത്ത് യു. മാഡത്തിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില്ല, അത് ഉറപ്പാ. നമ്മുടെ ലക്ഷ്യം അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്താണ്. അതിന് അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഒന്നും മറക്കരുത്, ദാസിന് നിന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നിട്ടില്ല. നിനക്ക് ദാസിനെ കൊണ്ടു. തീയിൽ കുരുത്തവനാണ് നീ.
തീയിലൂടെ തന്നെ നടന്ന് കയറുകയും വേണം. ഒരുപാട് ദൂരം ഇനിയും പോകേണ്ടതുണ്ട്. മാഡം, ഉം, നമുക്ക് ആ വഴിയെ പോവാം. അതെന്താ? ദൂരക്കുറവുണ്ട്, എളുപ്പം അങ്ങ് എത്താൻ കഴിയും. ഓക്കേ. മൊറൈസിന്റെ ചക്രവാളം കീഴടക്കാൻ ഇതുവരെ കാണിച്ച തന്റെ ഇടമൊക്കെ എവിടെ പോയടി?
ചേട്ടനില്ലെങ്കിലും യാത്രയ്ക്ക് മറ്റാരെങ്കിലും കൂട്ടാമായിരുന്നു. ഡാഡിയുടെ വാത്സല്യത്തിന്റെ ചെല്ലത്തൊട്ടിലിൽ ഒത്തിരി ഉറങ്ങിയോ എന്നൊരു സംശയം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ദുശാഠ്യങ്ങൾ. ഒന്ന് ചോദിച്ചോട്ടെ, കുടഞ്ഞെറിഞ്ഞു കളഞ്ഞിട്ടും എന്തിനെന്റെ രക്ഷയ്ക്ക് ഗൗതം വീണ്ടും എത്തി? ഈ വിജനത, ഇരുട്ടിനെ അലിയിക്കുന്ന നിലാവിന്റെ വശ്യത എന്നെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നൊരു തോന്നൽ. ഇനിയും കൂടണയാത്തൊരു കിളി ഉള്ളിലിരുന്ന് കുറുകുന്നത് പോലെ. കയറി കിടന്നോളൂ. സുഖമായിട്ടിറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഉറങ്ങിയില്ലേ? കാവൽക്കാരന് ഉറങ്ങാൻ കഴിയില്ല. കിടന്നോളൂ. ഈ രാവിങ്ങനെ ഉറങ്ങി തീർക്കാൻ എനിക്കാവില്ല. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലോ? But the fire of desire isn't asleep. As the hearts are awake, whining to me, swinging with love, let us sing a song. ആ പെണ്ണിനെ കൊല്ലുന്നതുകൊണ്ട് നമ്മുടെ കണക്ക് തീരില്ല. എടാ കൊച്ചനെ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ കളമൊന്ന് മാറ്റിച്ചവിട്ട്. നിന്റെ കാൽച്ചോട്ടിൽ ഒരു ചുവന്ന പരവതാനി ഞാൻ വിരിച്ചു തരാം. നീ കരുതുന്നത് പോലെ നിന്റെ ശത്രുപാളയത്തിലെ വെറും ഒരു യോദ്ധാവല്ല ഞാൻ. ഗൗതം വിശ്വനാഥ്, ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ മകൻ. ഒരിക്കൽ നീ കത്തിച്ച പട്ടടയിൽ നിന്ന് തെറിച്ചുപോയ ഒരു കനൽ നിന്റെ ഒടുക്കത്തെ കാട്ടുതീയുടെ വിത്താകാൻ ചുട്ടുപഴുത്ത് കാത്തുകിടക്കായിരുന്നടാ ഇത്രയും കാലം. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ മൊറൈസിന് മടിയില്ല പുള്ളേ.
ഇതിന്റെ കാഞ്ചി വലിക്കാനുള്ള കരുത്ത് നിന്റെ കൈകൾക്കില്ല. നമുക്കിനിയും കാണണം. നിന്റെ ചാവ് മണി കൊട്ടിയിട്ടേ ഞാൻ ഈ കളം വിട്ടു പോകൂ. പാപത്തിന്റെ ശിഷ്ടം തേടിയെത്തിയല്ലേ? ഈ യുദ്ധത്തിൽ എന്റെ ഭർത്താവ് തോറ്റുപോകുമല്ലോ എന്നാണ് എന്റെ പേടി. കുഴിച്ചു കുളം തോണ്ടിയപ്പോ അറിയാതെ കയ്യിന്ന് വഴുതി വീണ വിത്ത് വളർന്ന് മരമായി ഇന്ന് വഴിമുടക്കുന്നു. അനുവാദം തന്നാൽ ഒരു നിമിഷം കൊണ്ടത് വെട്ടിയറിയാം. വേണം, പക്ഷെ അതിനു മുമ്പ് ആരാണ് അതിന് വളമിട്ട് വളർത്തിയെന്നറിയണം. ഞാനാണ് മുന്ന. കൊല്ലം മുമ്പ് നീ ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്ക് കണക്ക് ചോദിക്കാനാണ് നിന്റെ മാളത്തിലേക്ക് ഞാൻ മടങ്ങി വന്നത്. ഒറ്റയ്ക്കല്ല, നീ ഊതിപ്പറത്തിയ ചാരത്തിൽ നിന്നും ഞാൻ തോണ്ടിയെടുത്ത ഒരു കനലുമായി. ഗൗതം, ഒരിക്കൽ നീ വെട്ടിയെറിഞ്ഞ ഈ കൈക്ക് പകരം ഞാൻ വളർത്തിയെടുത്ത എന്റെ കൈയാണവൻ. കണ്ണ് തുറന്ന് കാത്തിരുന്നോ, ആ കൈ നിന്റെ തലയെടുക്കും. ശത്രു ഒരാളല്ല, പലരാണ്. ഇനിയൊരംഗം നമ്മുടെ വിജയം ഉറപ്പാക്കിയിട്ട് മാത്രം. ഹായ് ഗൗതം. ലജ്ജയില്ലാതെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു പെണ്ണിനോട് ഗൗതത്തിന് വെറുപ്പാണെന്നറിയാം. കാണാനുള്ള ആഗ്രഹം അടക്കാൻ ഏറെ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഐ എം സോറി. ഒന്നോർത്താൽ മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഗൗതത്തെ വെറുക്കുമായിരുന്നു. സ്വന്തം ഡാഡിയുടെ ശത്രുവിനെ അറിയാതെ ആരാധിച്ചു പോയ ഞാനൊരു വിഡ്ഢിയാണ്, അല്ലേ ഗൗതം? ആരുടെ ആരാധനയ്ക്ക് ഞാൻ അർഹനല്ല. നിനക്കെന്നെ വെറുക്കാം. എനിക്കതിനാവുന്നില്ല. ഇരുട്ടിന്റെ വഴിയെ പായുകയായിരുന്നു. ഗൗതം എന്നെ ഒന്ന് തടഞ്ഞു നിർത്തി. ആ ഞെട്ടലിൽ നിന്നുണർന്നപ്പോൾ കടന്നു വന്നത് തെറ്റിന്റെ വഴിയിലൂടെ ആയിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. താങ്ക്സ്. എനിക്ക് അതിനെങ്കിലും കഴിഞ്ഞല്ലോ. ഗൗതം, എനിക്കൊരു പുതിയ ഷെറിനാകണം. ഡാഡി വലിച്ചെറിയുന്ന ബ്ലാങ്ക് ചെക്കുകളിലും ലഹരി മരുന്നുകളിലും അർത്ഥശൂന്യമായ ബന്ധങ്ങളിലും നഷ്ടപ്പെടുത്തി എന്നെ എനിക്കൊന്ന് വീണ്ടെടുക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ? ആ മനസ്സിന്റെ കോണിലെങ്ങാനും ഒരിടം. ഡോണ്ട് ബി സില്ലി. എനിക്കൊന്ന് മാത്രമേ കഴിയൂ. ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനാകാം. കടന്നു വന്ന വഴികളിലൂടെ നീ ഇനി തിരിച്ചു പോവില്ലെന്ന് ഉറപ്പ് തന്നാൽ. Never, never in my life. മയക്കുമരുന്നിന് അടിമയാക്കി ഹേമന്ത് നിന്നെ മുതലെടുക്കുകയായിരുന്നു. അവൻ ഈ സിറ്റിയിലെ ലഹരി മരുന്ന് ലോകത്തിന്റെ രാജാവാണ്. ഒരു സത്യം ഞാൻ പറയട്ടെ, നിന്റെ ഡാഡിയുടെ വിശ്വസ്തനായ ആ അടിമയുടെ കയ്യിൽ നിന്നാണ് നിന്നെ ഞാനെന്ന് രക്ഷപ്പെടുത്തിയത്. I can't believe it. You have to. നിന്നെ വീണ്ടെടുക്കണമെന്ന് നീ എന്നോട് പറഞ്ഞു. നിന്നെ വീണ്ടെടുക്കുന്നതോടൊപ്പം അവന്റെ മയക്കുമരുന്ന് റാക്കറ്റിൽ കുടുങ്ങിപ്പോയ ഒത്തിരി ചെറുപ്പക്കാരെ നമുക്ക് വീണ്ടെടുക്കാം. Can you help me? Yes, I will do it. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷം. നിന്റെ അച്ഛന്റെ ചിത്രത്തിന് ജീവൻ വെച്ച് എന്റെ ആത്മാവിന്റെ ശാന്തിക്കായി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിനക്ക് ഉത്തരവുണ്ടോ? മനസ്സിലായില്ല. നിന്റെ അച്ഛനെ കൊന്ന ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ രക്തത്തിൽ കുരുത്ത വിഷച്ചെടി നിന്റെ കൺമുമ്പിൽ തഴച്ചു വളർന്നു നിൽക്കുന്നു ഗൗതം. നിന്റെ അച്ഛന്റെ ചോരയ്ക്ക് കണക്ക് ചോദിക്കാനുള്ള ഏറ്റവും നല്ല അവസരം
ഈ യുദ്ധം നമുക്കൊരുമിച്ച് പൂർത്തിയാക്കാം. നമ്മുടെ പത്മവ്യൂഹത്തിൽ നിന്നും അവൻ രക്ഷപ്പെടരുത്. അച്ഛനെ കൊന്നവന്റെ മകനോട് മകൻ പകരം ചോദിക്കുന്ന കുടിപ്പകയുടെ കഥ ഞാനും ആവർത്തിക്കും. ചോരയുടെ വില ഞാൻ അവനെ പഠിപ്പിക്കും. എന്റെ പ്രിയദർശിനി മോളെ, പൊന്നും വിലയുള്ള നിന്റെ തന്തയുടെ കയ്യൊപ്പിലല്ലേ ഈ പാവം മഹാദേവന്റെ കളി മുഴുവൻ. ഓ ശംഭോ മഹാദേവ. കാറിന്റെ താക്കോല് ഏത് കാറ്? മൊറീസ് മലയാളി തന്നയച്ചതാ. കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഓ വൗ. കൊള്ളാം. ആഹാ. ഓ. നിന്റെ ജന്മാഭിലാഷം പൂവണിയുന്ന ഈ സുദിനം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? മൊറേസ് മഹാമനസ്കന്. കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന പ്രിയയെ കൊല്ലാനുള്ള നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ചിട്ടും അയാൾ വാക്ക് മാറിയില്ല. പുതുപുത്തൻ ഫോറിൻ കാർ. Go away. Go away. ഇല്ലെങ്കിൽ I will shoot you. ഷൂട്ട് മീ. ഷൂട്ട് മീ യു son of a... എന്താടാ ഇത്? എന്ന് മുതലാടാ പ്രിയദർശിനി മിൽസിന്റെ ഓഫീസിന്റെ അടുക്കളപ്പുറത്തായത്?